ദർശനം ആർക്കാണോ ദർശനം മാത്രമല്ല, ദർശകനെയും ദർശനം പ്രാപിച്ച വ്യക്തിയെയും കർത്താവ് വികസിപ്പിക്കും. എന്തിനു വേണ്ടി? അത് നിറവേറുവാനുള്ള പ്രാപ്തിക്ക് വേണ്ടി. ഇസ് ദാറ്റ് ക്ലിയർ? ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു സുദിനത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയും ദയയും ഒക്കെ രാവിലെ തോറും പുതിയതാകുന്നു. എന്ന് വെച്ചാൽ ഓരോ ദിവസവും അവൻ്റെ കൃപ പുതിയതാണ്. ഇന്നലത്തെ കൃപയല്ല കർത്താവ് ഇന്ന് നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഗംഭീരമായി ചെയ്യാൻ, കൂടുതൽ മനോഹരമായി ചെയ്യാൻ, കൂടുതൽ അധികമായിട്ട് ചെയ്യാൻ ഒക്കെ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെയുണ്ട്. ആ കൃപ നിങ്ങളെല്ലാവരെയും ചുറ്റി ഭരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആദ്യത്തെ ഒരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്നൊരു വെൽവിഷനാണ്. താങ്ക് യു. ഇന്ന് അവരുടെ മകൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. മകനും കുടുംബവും രക്ഷിക്കപ്പെടുവാനും ദൈവത്തെ അറിയുവാനും തൻ്റെ ഭർത്താവിന് നല്ല ആരോഗ്യമുണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ അടുത്ത ഒരു കോ സ്പോൺസർ കൂടിയുണ്ട്. ആലപ്പുഴയിൽ നിന്ന് റാണി തോമസ് ആണ്. താങ്ക് യു. ഇന്ന് കൊച്ചുമകൻ എലീഷ ജോയൽസിൻ്റെ 3ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ എലീഷ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ കുഞ്ഞിൻ്റെ എല്ലാ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കുഞ്ഞിൻ്റെ നല്ല വളർച്ചയും ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ. മക്കളായിട്ടുള്ള ടിനുവിന് വേണ്ടി, ജോയലിന് വേണ്ടി അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ, കടഭാരങ്ങൾ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്പോൺസർ ചെയ്തവരെ പ്രത്യേകിച്ച് അവരോടുള്ള സ്നേഹത്തെയും അതുപോലെ ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാവരും നിങ്ങളുടെ പ്രെയർ ഡയറിയും ഒക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സെർമൺ നോട്ട് കീപ്പറും ഒക്കെ ആയിട്ട് നിങ്ങൾ റെഡി ആയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. പുതിയൊരാഴ്ച ഇന്ന് മോർണിംഗ് ഗ്ലോറി വീക്ക് ആരംഭിക്കുകയാണ്. എല്ലാവരും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വചനത്തിലൂടെ ഒന്ന് പോകാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് അസിമുലേറ്റ് ചെയ്യാനൊക്കെ ഈ ആഴ്ചയിൽ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ അതൊക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറാനും ഞങ്ങളുടെ തോട്ട് സിസ്റ്റം, ബിലീവ് സിസ്റ്റം ഒക്കെ മാറാൻ അങ്ങേപോലെ ആകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും മോർണിംഗ് ഗ്ലോറി എല്ലാ ദിവസവും കാണുന്നവരെ കർത്താവ് സ്പെഷ്യലായി ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ഇന്ന് May 25 മൺഡേ. ഫോക്കസ് വേർഡ് ഈസ് വിഷൻ ഫുൾഫിൽമെൻറ്റ്, ദർശനത്തിൻ്റെ നിറവേറൽ. ഹബക്കൂക്ക് ചാപ്റ്റർ 2 and verse number 2. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. എനിക്ക് തോന്നുന്നു മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗം തന്നെയാണ്. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ധ്യാനിക്കാം. ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്, അല്ലേ? എല്ലാ ദിവസവും പുതിയത്. അവൻ്റെ ദയ, അവൻ്റെ കരുണ എല്ലാ ദിവസവും പുതിയതാകുന്നു. സോ ഒരു ഫ്രഷ്നെസ്സോടുകൂടെ അല്ലെങ്കിൽ ഫ്രഷായ പലതും ഇന്ന് സ്വീകരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. റൈറ്റ് ഡൗൺ ദ റെവലേഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ ഓൺ ടാബ്ലറ്റ് സോ ദാറ്റ് എ ഹെറാൾഡ് മേ റൺ വിത്ത് ഇറ്റ്. ദർശനം തെളിവായി എഴുതുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് എഴുതുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയുന്നവൻ അതുമായി ഓടട്ടെ എന്ന് പറയുന്ന ആ ഭാഗം. അതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷ നിങ്ങൾ സ്ക്രീനിൽ നോക്കണേ. ഡെക്ലറേഷൻ നോക്കുക. ദ വിഷൻസ് ഗോഡ് ഗേവ് മീ കം ടു ലൈഫ്. ദൈവം എനിക്ക് തന്നിട്ടുള്ള ദർശനം അതിനെല്ലാം ജീവൻ പ്രാപിക്കുന്നു. ഹിസ് ടൈമിംഗ് ബ്രിങ്സ് എവറി പ്ലാൻ ടു കംപ്ലീഷൻ. അവൻ്റെ സമയക്രമം എല്ലാ പദ്ധതികളെയും പരിപൂർണതയിൽ എത്തിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ദയവായി നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ നോക്കി വായിച്ച് അത് അടയാളപ്പെടുത്തുക, ടിക്ക് ചെയ്യുക. വിഷൻ ഫുൾഫിൽമെൻറ്റിനെ കുറിച്ച് 4 കാര്യങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചിന്തിക്കാൻ പോവുകയാണ്. നമ്പർ 1, ഗോഡ് ഗിവൻ വിഷൻ മസ്റ്റ് ബി ക്ലിയർലി
ഡിഫൈൻഡ്. ദൈവം നൽകുന്ന ദൈവദത്തമായ ദർശനം കൃത്യതയോടെ, തെളിവോടെ, വ്യക്തതയോടെ നിർവചിക്കപ്പെടേണ്ടതാകുന്നു. ദൈവമാണ് ഒരു ദർശനം തന്നതെങ്കിൽ അതിന് ക്ലാരിറ്റി ഉണ്ടാകണം. അത് വളരെ ക്ലിയറായി ഒരു സ്റ്റേറ്റ്മെൻറ്റായി എഴുതാം. ജീവിതത്തിൽ ഒത്തിരി വിജയിച്ച, എന്ന് വെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ജനിച്ചു വീണത് വളരെ 11 മക്കളെന്തോ ഉള്ള ഒരു വീട്ടിൽ, യാതൊരു സ്കോപ്പുമില്ലാത്ത, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചൊരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചത് നിമിത്തം മാത്രം, എന്ന് വെച്ചാൽ ബൈബിൾ വായിച്ചു, പ്രത്യേകിച്ച് മത്തായി സുവിശേഷമൊക്കെ ഭയങ്കരമായി അദ്ദേഹം പഠിച്ചു. അങ്ങനെ ദൈവവചനത്തിൽ വേരൂന്നിയത് കൊണ്ട് മാത്രം അദ്ദേഹം ജീവിതത്തിൽ ഉയർന്നിട്ട് ഒരു വലിയ ആത്മീയ അഭിക്ഷിക്ത ശുശ്രൂഷകനും ജ്ഞാനം സംഭരിച്ചു വെച്ചവനും ഒത്തിരി പേർക്ക് ഉപദേഷ്ടാവും, അപ്പോൾ തന്നെ വലിയ ഇങ്ങനെ തന്നെ പറയേണ്ട ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തവനുമായ ഒരു മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. 14 വയസ്സുള്ളപ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്ത് നേടാൻ പോകുന്നു, എവിടെ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹം ഡിഫൈൻ ചെയ്തു. അദ്ദേഹം കൃത്യമായി എഴുതി. ഒരു എഴുതപ്പെട്ട ദർശനം എത്ര പേർക്കുണ്ട്? നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ദയവായി ഒന്ന് ടൈപ്പ് ചെയ്തിടുക, ഐ ഹാവ് എ റിട്ടൺ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എഴുതുക, റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2:2 നമ്മൾ കാണുന്നത്, റൈറ്റ് ഡൗൺ ദ റെവലേഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ, അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ദ വിഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ. അത് ദർശനം തെളിവായി എഴുതുക, ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ, വളരെ വ്യക്തമാക്കുക. വിഷൻ ബിക്കംസ് പവർഫുൾ വെൻ ഇറ്റ് ബിക്കംസ് ക്ലിയർ. അവ്യക്തമായ ദർശനമാണെങ്കിൽ അതിന് ശക്തിയില്ല. വ്യക്തതയുള്ള ദർശനമാണെങ്കിൽ അതിന് ഭയങ്കര ശക്തിയുണ്ട്. ക്ലാരിറ്റിയുള്ള വിഷൻ വളരെ ശക്തിയുള്ളതാണ്. അൺക്ലിയർ വിഷൻ ക്രിയേറ്റ്സ് അൺസർട്ടൻ മൂവ്മെൻറ്റ്. വ്യക്തതയില്ലാത്ത ദർശനം സുനിശ്ചിതമല്ലാത്ത ചലനമാണ്, അല്ലെങ്കിൽ മൂവ്മെൻറ്റാണ്, മുന്നേറ്റമായിട്ട് മാറും. അൺക്ലിയർ വിഷൻ ക്രിയേറ്റ്സ് അൺസർട്ടൻ മൂവ്മെൻറ്റ്. വ്യക്തതയില്ലെങ്കിൽ ഇത്ര ഓർത്താൽ മതി, ഒരാൾക്ക് ശരിയായ രീതിയിൽ കണ്ണിന് കാഴ്ചയില്ലെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? അയാൾ തന്നെത്താൻ നടക്കാൻ പോയാൽ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കും. ഒന്നുകിൽ പരസഹായം വേണം, ഇല്ലെങ്കിൽ ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്കുള്ള ചില എന്തെങ്കിലുമൊക്കെ ഉപാധികൾ കൊണ്ട് മാത്രമേ ഏകദേശം നല്ല രീതിയിൽ നടക്കാൻ പറ്റൂ. ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ കണ്ണുകൾക്ക് ദൈവകൃപയാൽ കാഴ്ചശക്തി ഉണ്ട്, കണ്ണട ഇല്ലാതെ തന്നെ എനിക്ക് നടക്കാം. പിന്നെ ഇടയ്ക്ക് വല്ലതും റീഡിങ്, ചെറിയ അക്ഷരങ്ങൾ വായിക്കുന്ന സമയത്ത് മാത്രം ഒരു റീഡിങ് ഗ്ലാസ് ഞാനിപ്പോൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് നല്ല AC ഉള്ള ഒരു മുറിയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല AC, തണുത്ത മുറിയാണെന്നിരിക്കട്ടെ, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഗ്ലാസ്സിൽ പെട്ടെന്നൊരു മോയ്സ്ചർ ഒന്ന് പിടിച്ചിട്ട് ഒന്നും കാണാൻ പറ്റില്ല. എനിക്കങ്ങനെ 1-2 പ്രാവശ്യം പറ്റി. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി, പുറത്ത് ഭയങ്കര ചൂടാണ്. ആ തണുത്തിരുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തൊരു ഫിലിം പോലെ ഒരു മോയ്സ്ചർ വന്ന് ഒരു ലെയർ ഇങ്ങനെ വന്നിടും, ഒന്നും കണ്ടുകൂടാ. ഞാൻ പാളാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതിൻ്റെ അർത്ഥം കർത്താവ് തന്നെ പറഞ്ഞ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. ആ കണ്ണിന് കാഴ്ചയില്ലാതെ പോയാൽ, അല്ലെങ്കിൽ ആ വിളക്ക് ഇരുട്ടായിപ്പോയാൽ ശരീരം മുഴുവൻ ഇരുട്ടായി പോകും. ഈ വിളക്കിന് കാഴ്ചയില്ലെങ്കിൽ എല്ലാം പോയി. ഈ ഒരു വിഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് വ്യക്തതയുള്ള ചുവടുകൾ, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചുവടുകൾ എടുത്ത് നടക്കാൻ നമുക്ക് സാധിക്കുന്നത്. സോ ക്ലിയർ വിഷൻ ക്രിയേറ്റ്സ് ഫോക്കസ്ഡ് ഡയറക്ഷൻ. എന്നാൽ വ്യക്തമായ ദർശനമുണ്ടെങ്കിൽ വളരെ കേന്ദ്രീകൃതമായ ഒരു ഡയറക്ഷൻ, മാർഗനിർദ്ദേശം നമുക്ക് ലഭിക്കും. സദൃശവാക്യങ്ങൾ 29:18
വായിക്കുന്നത് ഇങ്ങനെയാണ്: where there is no vision, people cast off restraint. മലയാളത്തിൽ പറയുന്നത്, ദർശനം ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കും. ഒരു നാട്, ഒരു സഭ, ഒരു പ്രസ്ഥാനം, എന്തായാലും ക്ലിയർ വിഷൻ ഇല്ലെങ്കിൽ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഇതാണ് ന്യായാധിപന്മാരുടെ കാലത്ത് സംഭവിച്ചത്. വ്യക്തമായ ഒരു ദർശനം രാജ്യത്തിനില്ല, ഒരു ദർശകനില്ല, ഒരു ഭരണകർത്താവില്ല, ഒരു രാജാവില്ല, നയിക്കാൻ ഒരു നായകനില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, ഓരോരുത്തൻ താന്താങ്ങൾക്ക് ബോധിച്ചത് ചെയ്തു. അതൊരു റിഫ്രെയിൻ പോലെ ഇങ്ങനെ പല പ്രാവശ്യം ആ പുസ്തകത്തിൽ കാണും. ഓരോരുത്തൻ താന്താങ്ങൾക്ക് ബോധിച്ചത് അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് ജീവിച്ചു. ഇതിൻ്റെ പേരാണ് അരാജകത്വം, ലോലെസ്നെസ്. ആരുമില്ല നിയന്ത്രിക്കാൻ, ആരുമില്ല ശരിയായ രീതിയിൽ നടത്താൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും കാരണം ഒരു വിഷനാണ്, ഒരു വിഷണറി ആവശ്യമാണ്. where there is no vision, people cast off restraint. ഒരു ആത്മനിയന്ത്രണവും ഇല്ലാതെ നടക്കുന്നൊരവസ്ഥ വരും. നെഹെമ്യാ ചാപ്റ്റർ 2 verse number 17 and 18. നെഹെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-18 നെഹെമ്യാ ക്ലിയർലി പ്രസൻറ്റഡ് ദ റീബിൽഡിംഗ് വിഷൻ. നെഹെമ്യാ എന്ന മനുഷ്യൻ ആ തലമുറയിൽ ലഭിച്ച ഏറ്റവും പവർഫുൾ വിഷൻ, ഇടിഞ്ഞു കിടക്കുന്ന മതിൽ പണിയുക, ചുറ്റുമതിൽ, പട്ടണത്തിൻ്റെ, ദൈവത്തിൻ്റെ നഗരമെന്നറിയപ്പെടുന്ന യെരൂശലേമിൻ്റെ ചുറ്റുമതിൽ പണിത് ഉയർത്തുക. ഞാൻ അനേക പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, 120 സംവത്സരം മതിലില്ലാതെ കിടക്കുന്ന ആ പട്ടണത്തിന് ചുറ്റും മതിൽ കെട്ടി അതിനെ സുരക്ഷിതമാക്കുക. അതാണ് തൻ്റെ ദർശനം. ജീവിതത്തിൽ താൻ അച്ചീവ് ചെയ്ത ഏറ്റവും പ്രധാന കാര്യങ്ങളിലൊന്ന് മതിലിൻ്റെ പണിയാണ്. എന്നാൽ 2-ാം അധ്യായം, നെഹെമ്യാ ചാപ്റ്റർ 2 2-ാം അധ്യായത്തിൻ്റെ 17-18 വായിക്കുമ്പോൾ അദ്ദേഹം ചെയ്തത്, ഈ തൻ്റെ ദർശനത്തെ വളരെ ക്ലിയറായി വന്ന് താൻ പ്രസൻറ്റ് ചെയ്തു. ആരോട്? ജനങ്ങളോട്. വ്യക്തമായി ആ വിഷൻ കാസ്റ്റ് ചെയ്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 14:28 സിറ്റ് ഡൗൺ ഫസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ്. അവിടെ പറയുന്നത്, ഒരാൾ ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇരുന്ന് ഇത് തീർക്കുവാൻ എനിക്ക് വകയുണ്ടോ എന്നുള്ളത് വ്യക്തമായി കണക്ക് കൂട്ടുക, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക. ഹെവൻലി വിഷൻ ഷുഡ് ബിക്കം പ്രാക്ടിക്കൽ ഡയറക്ഷൻ. സ്വർഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ദർശനം പ്രായോഗികമായ നിർദ്ദേശങ്ങളായി മാറണം. സ്വർഗത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ദർശനത്തെ അതൊരാളായിരിക്കും ഒരുപക്ഷെ സ്വീകരിക്കുന്നത്. മോശയ്ക്ക് ലഭിച്ചു, അബ്രഹാമിന് ലഭിച്ചു, പലർക്കും ലഭിച്ചു, അങ്ങനെ ലഭിച്ചു. അതെന്ത് ചെയ്യണം? പ്രാക്ടിക്കൽ ഡയറക്ഷനായി മാറണം. ഓരോരുത്തർക്കും നടക്കുവാനുള്ള പാതകൾ അതിലൂടെ തുറന്നു വരണം. ഇതിന് കാരണം ക്ലാരിറ്റി സ്ട്രെങ്തൻസ് മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻ്റെ മലയാളം കിട്ടുന്നില്ല. ഒരു ആവേഗം, വളരെ പവർഫുള്ളായി മുന്നിലേക്ക് പോകാനുള്ള കരുത്ത്. ഫോർ എക്സാമ്പിൾ, വഴി അറിയില്ല, പറഞ്ഞു തരാൻ ആരുമില്ല, ലൊക്കേഷൻ മാപ്പില്ല, ഒന്നുമില്ലെന്നിരിക്കട്ടെ, അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഏതെങ്കിലും ഒരു T ജംഗ്ഷനിലെത്തുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് റോഡ്സിലെത്തുമ്പോൾ പെട്ടെന്ന് വണ്ടി ചവിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, സ്ട്രെയിറ്റ് ആണോ, യു ടേൺ ആണോ, ഒന്നും അറിയില്ല. സാധാരണ രീതിയിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഈ കാലത്ത്? ഒത്തിരി അതിൻ്റെ ആവശ്യമില്ല, ലൊക്കേഷൻ മാപ്പൊക്കെ ഉള്ളതുകൊണ്ട്. സാധാരണ എന്താ ചെയ്യുന്നത്? വഴിയിൽ വണ്ടി ചവിട്ടി നിർത്തി ഗ്ലാസ് താഴ്ത്തി ആരോടെങ്കിലും ചോദിക്കും, ലെഫ്റ്റാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എവിടെയാണ്? എന്നാൽ ക്ലിയറായി അദ്ദേഹം പറയുകയാണ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ലെഫ്റ്റിലേക്ക് നമുക്ക് വണ്ടി എടുക്കാം. ഈ ക്ലാരിറ്റി എന്ത് ചെയ്യുന്നു? ആ മൊമെൻറ്റത്തെ, മുന്നോട്ടുള്ള പോക്കിനെ ശക്തീകരിക്കുന്നു. നമ്പർ 2, വിഷൻ റിക്വയർസ് പേഷ്യൻസ് ബിഫോർ ഫുൾഫിൽമെൻറ്റ്. നിറവേറുന്നതിന് മുൻപ് ദർശനത്തിന് ആവശ്യമുള്ളത് ക്ഷമയാണ്. ദർശനം നമ്മുടെ ഉള്ളിൽ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നാളെ ഇത് നിറവേറും, ഉടൻ തന്നെ അത് സംഭവിക്കും. അല്ല, അവിടെ ഹബക്കൂക്ക് ചാപ്റ്റർ 2 verse number 3 അടുത്ത വചനം പറയുന്നത് says the vision awaits an appointed time. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അഥവാ ദർശനം നിറവേറുവാനുള്ളൊരു സമയം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താൽ ഫിക്സ് ചെയ്യപ്പെട്ട ഒരു
ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമേ ദർശനം നിറവേറുകയുള്ളൂ. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ക്ലോക്ക് അനുസരിച്ച്, നമ്മുടെ വാച്ച് അനുസരിച്ച്, നമ്മുടെ ഘടികാര സമയമാണ് നമ്മുടെ തലയിലുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സമയം നമ്മുടെ ഘടികാര സമയമല്ല, നമ്മുടെ റിസ്റ്റ് വാച്ചിൻ്റെ സമയത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. പകരം God has appointed a time for the fulfillment of the vision. ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. ഡിലേ ഈസ് നോട്ട് ഡിനയൽ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർശനം നിറവേറാൻ താമസിക്കുന്നു. എത്ര പേർക്ക് അങ്ങനെ തോന്നാറുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ദർശനമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, നിറവേറുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എനിക്ക് ദർശനമുണ്ട്, പക്ഷേ നിറവേറുന്നില്ല. ഇന്ന് നമ്മളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദർശനത്തിൻ്റെ നിറവേറൽ. ദർശനം നിറവേറുന്നില്ല എന്നതുകൊണ്ട് ഡിലേ ഈസ് നോട്ട് ഡിനയൽ. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഇത് താമസിക്കുന്നു, ദർശനം നിറവേറുന്നില്ല, താമസിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം അത് നിഷേധിക്കപ്പെട്ടു, അത് നിറവേറുകയില്ല, അത് തിരസ്കരിക്കപ്പെട്ടു എന്നല്ല, അല്ലെങ്കിൽ അത് റദ്ദാക്കപ്പെട്ടു എന്നല്ല. ഗോഡ് ഡെവലപ്സ് ബോത്ത് ദ വിഷൻ ആൻഡ് ദ വിഷണറി. ദൈവം ചെയ്യുന്നൊരു പരിപാടി, ഈ ദർശനമകത്ത് ക്ലിയറായി വികസിച്ച് വരുന്നതോടൊപ്പം വിഷണറിയെ കൂടെ ദൈവം ഡെവലപ്പ് ചെയ്യും. ദർശനം ആർക്കാണോ ലഭിച്ച്, ദർശനം മാത്രമല്ല ദർശകനെയും ദർശനം പ്രാപിച്ച വ്യക്തിയെയും കർത്താവ് വികസിപ്പിക്കും. എന്തിനു വേണ്ടി? അത് നിറവേറുവാനുള്ള പ്രാപ്തിക്ക് വേണ്ടി. ഈസ് ദാറ്റ് ക്ലിയർ? ഈ ജോസഫിൻ്റെ കഥ പറയാത്ത മാസങ്ങളില്ല, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ടീനേജർ ആയിരുന്ന സമയത്ത് ലഭിച്ച ഒരു ദർശനം എനിക്ക് വന്നു 37-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത്. അപ്പോൾ ടീനേജിൽ കിട്ടിയത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആ കിട്ടിയ ദർശനം നിറവേറുന്നത്. ചോദ്യം 1, ദർശനമുണ്ടോ? 2, ദർശനം നിറവേറിയിട്ടുണ്ടോ? നിറവേറിയിട്ടില്ലെങ്കിൽ എന്ന് നിറവേറുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം. ഹലോ. സോ ഇന്നത്തെ ഫോക്കസ് വേർഡ് ടൈപ്പ് ചെയ്യാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അതാണ് നമ്മുടെ അറ്റൻഡൻസ് മാർക്ക്. വിഷൻ ഫുൾഫിൽമെൻറ്റ്, ദർശനത്തിൻ്റെ നിറവേറൽ. അതൊന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ കാണുന്നവരും പിന്നീട് കാണുന്നവരെല്ലാം അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ഡേവിഡ് വാസ് അനോയിൻറ്റഡ് ലോങ് ബിഫോർ എൻത്രോൺഡ്. താൻ യഥാർത്ഥത്തിൽ ദാവീദ് ഒരു രാജാവായി, എല്ലാ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുൻപ്, എത്രയോ മുമ്പ്, ചെറുതായിരുന്ന സമയത്ത് ദാവീദിൻ്റെ ജീവിതത്തിൽ അഭിഷേകം ലഭിച്ചു. തനിക്ക് അതിനുള്ള കോളുണ്ടായി, തനിക്ക് അതിനുള്ള ദർശനമുണ്ടായി. ഒരു രാജാവായി നീ മാറും. പക്ഷെ പിറ്റേ ദിവസം രാജാവായില്ല, അതിനടുത്ത ദിവസം രാജാവായില്ല, അടുത്ത ആഴ്ചയിൽ രാജാവായില്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് രാജാവായില്ല, നിരവധി വർഷങ്ങൾ അദ്ദേഹം രാജാവായില്ല. ഈ സമയത്തേക്ക് എന്ത് സംഭവിക്കുകയായിരുന്നു? യോസഫിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡേവിഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും ദർശനം ലഭിച്ച ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ നിറവേറൽ. ഇതിനിടയിൽ എന്ത് സംഭവിക്കും? 1, ദർശനം വലുതാകും. 2, ദർശകൻ വലുതാകും. എന്ന് വെച്ചാൽ രണ്ടും വികസിച്ചുകൊണ്ടേയിരിക്കും. എബ്രായലേഖനം 10:36 യു നീഡ് ടു പെർസിവിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പിടിച്ചു നിൽക്കണം, നിങ്ങൾക്ക് സ്ഥിരോത്സാഹം ഉണ്ടായിരിക്കണം, നിങ്ങൾ ഇട്ടിട്ട് പോകരുത്, നിങ്ങൾ മടുത്ത് പിന്മാറിപ്പോകരുത്. ഗലാത്യലേഖനം 6:9 നന്മ ചെയ്യുകയിൽ മടുക്കരുത്, അങ്ങനെയെങ്കിൽ തക്ക സമയത്ത് കൊയ്യുമെന്ന് എഴുതിയിട്ടുണ്ട്. സഭാപ്രസംഗം 3:11 ഹി മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ടൈം. സകലവും സമയത്ത് ഭംഗിയായി അവൻ ചെയ്യുന്നു. ടൈം ഓഫ്റ്റൻ പ്രിപ്പേഴ്സ് കപ്പാസിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമയം മുന്നിലേക്ക് പോകും തോറും ഉൾക്കൊള്ളുവാനുള്ള ധാരിത, ഉൾക്കൊള്ളുവാനുള്ള കപ്പാസിറ്റി, ഉള്ളളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പലതും ഉൾക്കൊള്ളുവാനുള്ള നമ്മുടെ ശേഷി, പ്രാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, ദർശനത്തെ മാത്രമല്ല ദർശനം ലഭിച്ചവനെയും ദൈവം വികസിപ്പിക്കും. നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം, എഴുതി വെക്കാം, കമൻറ്റ് സെക്ഷനിലിടാം. ദൈവം ദർശനത്തെ മാത്രമല്ല ദർശനം ലഭിച്ചവനെ അല്ലെങ്കിൽ ദർശകനെയും അവൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഡിലേ.
നിങ്ങളുടെ വീട് കോൺക്രീറ്റ് വീടാണോ? ഇനി കോൺക്രീറ്റ് വീട് നിങ്ങൾക്ക് കോൺക്രീറ്റ് വീട് ഇല്ലെങ്കിലും അടുത്തെങ്ങാലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. കോൺക്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സിമൻറ്റ്, പിന്നെ അതുപോലെ ഗ്രാവൽ അല്ലെങ്കിൽ എം സാൻഡ്, പിന്നെ മെറ്റൽ പീസുകൾ, മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് പാറ കഷ്ണങ്ങൾ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിലാക്കി ചിലതിലേക്ക് ചില ബോണ്ടിങ്ങിനുള്ള ചില ലിക്വിഡൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം, അറിയാമല്ലോ, റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അയൺ ബാറുകൾ ഇടയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ആ ഇട്ട് കൊടുത്ത് ബീമുകളോ സ്ലാബുകളോ ഒക്കെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് ബലം കാണും. ആ സമയത്ത് ഒരു കോലുകൊണ്ട് കുത്തിയാൽ പോലും ചിലപ്പോൾ അത് താഴ്ന്നു പോകും. എന്നാൽ അതിനൊരു ക്യൂറിങ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളമൊഴിച്ച് ക്യൂറിങ് ടൈം കൊടുത്ത് അനക്കാതെ അത് അതുപോലെ തന്നെ വെച്ചാൽ അത് സോളിഡിഫൈ ചെയ്ത് റീഇൻഫോഴ്സ്ഡായി കടുപ്പമുള്ളതായി സോളിഡായി പിന്നെ ഇടിച്ചാലും പൊട്ടാത്ത സ്ട്രോങ് ആയിട്ട് അത് മാറും. ഇതുപോലെ കോൺക്രീറ്റ് ഈസ് സ്ട്രോങ്കസ്റ്റ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പോറിങ്, അല്ലേ? പെട്ടെന്ന് ആ കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുപോയി ഇടുന്ന സമയത്തല്ല അതിന് സ്ട്രെങ്ത് ഉള്ളത്, ബട്ട് ആഫ്റ്റർ ക്യൂറിങ് അണ്ടർ പ്രഷർ ആൻഡ് ടൈം. എന്നാൽ സമയമെടുത്ത് അതിനൊരു ക്യൂറിങ് നടക്കുമ്പോഴാണ്, ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ അതിൻ്റെ അകത്ത് നടന്നു കഴിയുമ്പോഴാണ് അത് കട്ടിയുള്ളതായി മാറുന്നത്. സോ വെയിറ്റിംഗ് സീസൺ സ്ട്രെങ്തൻ സ്ട്രക്ചർ. സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദർശനം നിറവേറിയിട്ടില്ല, അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും റിസർച്ച് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെയും സ്ട്രക്ചർ റെഡിയായിക്കൊണ്ടിരിക്കും. വെയിറ്റിംഗ് സീസൺസ്, കാത്തിരിപ്പിൻ്റെ കാലങ്ങളാണ് നമ്മുടെ അകത്ത് ഒരു ഘടന, നമ്മുടെ അകത്ത് സ്ട്രെങ്ത് ഉണ്ടാക്കി തരുന്നത്, നമ്മുടെ കപ്പാസിറ്റി വർദ്ധിക്കുന്നതും അപ്പോഴാണ്. നമ്പർ 3, വിഷൻ ഫുൾഫിൽമെൻറ്റ് ഡിമാൻഡ്സ് ആക്ഷൻ ആൻഡ് പെർസിസ്റ്റൻസ്. ദർശനം നിറവേറണമെങ്കിൽ അതിന് പ്രവർത്തനവും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ദ വിഷൻ വാസ് റിട്ടൺ സോ ദാറ്റ് എ ഹെറൽഡ് മേ റൺ വിത്ത് ഇറ്റ്. ദർശനം തെളിവായി എഴുതുക. എന്തിന്? വായിക്കുന്നവൻ ഓടുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഇത് വായിച്ച ശേഷം ഇതുമായി ഓടുവാൻ തക്കവണ്ണം. വിഷൻ ഈസ് നോട്ട് ഡെക്കറേഷൻ. ദർശനം അലങ്കാരത്തിന് വേണ്ടി ദൈവം തരുന്നതൊന്നുമല്ല. ഇറ്റ് ഈസ് എൻ അസൈൻമെൻറ്റ്. അത് ദൈവത്തിൽ നിന്നുള്ളൊരു നിയോഗമാണ്. യാക്കോബിൻ്റെ ലേഖനം 1:22 ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്, വചനം ചെയ്യുന്നവരുമായിരിപ്പിൻ. അതിനു മുമ്പ് എന്താണ് വായിക്കുന്നത്? വചനം കേൾക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുന്നവരുമായിരിപ്പിൻ. ഫിലിപ്പി ലേഖനം 3:14 പ്രസ് ഓൺ ടുവേർഡ് ദ ഗോൾ, ലക്ഷ്യത്തിലേക്ക് കുതിച്ചോടാൻ പറയുന്നുണ്ട്. സോ ഗോഡ് ബ്ലെസ്സസ് മൂവ്മെൻറ്റ് നോട്ട് പാസിവിറ്റി. ദൈവം എല്ലായ്പ്പോഴും അനുഗ്രഹിക്കുന്നത് നിഷ്ക്രിയത്വത്തെ അല്ല, പിന്നെ എന്തിനെയാണ്? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെയാണ്. ചോദ്യം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ലൈഫിൽ? അതോ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, എല്ലാം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം തനിക്ക് വേണ്ടി ദർശനത്തെ ആസ്പദമാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നതും അനുഗ്രഹിക്കുന്നതും. നമ്പർ 4, ഫുൾഫിൽഡ് വിഷൻ ബ്രിങ്സ് ഗ്ലോറി ടു ഗോഡ്. ദർശനം നിറവേറിക്കഴിയുമ്പോൾ അത് ദൈവത്തിന് മഹത്വകരമായി മാറുന്നു. വെൻ ഗോഡ് ഫുൾഫിൽസ് വിഷൻ പീപ്പിൾ സീ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. ഒരു ദർശനം നിറവേറിക്കണ്ടാൽ ഉടൻ തന്നെ ആളുകൾ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ വിശ്വസ്തത മനസ്സിലാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു ദർശനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നു, അതെല്ലാവരോടും നിങ്ങൾ പറയുന്നു. പറഞ്ഞു കഴിയുമ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താകും? ശരിയാകുമോ ദൈവത്തിൽ നിന്ന് തന്നെയാണോ? അത് നിറവേറിക്കഴിയുമ്പോൾ എല്ലാവരും ദൈവത്തിന് നന്ദി പറയും. ഓ മൈ ഗോഡ്, യു ആർ എ ഫെയ്ത്ത്ഫുൾ ഗോഡ്, യു ആർ എ ട്രസ്റ്റ് വർത്തി ഗോഡ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 50:20 ഗോഡ് ടേൺഡ് ഈവിൾ ഫോർ ഗുഡ്. തിന്മയെ അവൻ നന്മയ്ക്കാക്കി തീർത്തു. 126 സങ്കീർത്തനം 1-3 വരെ വായിക്കുമ്പോൾ the Lord has done great things for us. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നത്. വിഷൻ ഫുൾഫിൽമെൻറ്റ് ഈസ് നോട്ട് സെൽഫ് ഗ്ലോറി, ഇറ്റ് ഈസ് എ ടെസ്റ്റിമണി. ദർശനം നിറവേറിക്കഴിയുമ്പോൾ ഒരു സ്വയമഹത്വത്തിന് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത്. അത് നമ്മുടെ അനുഭവ സാക്ഷ്യമായി
മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരുടെ അകത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന ദർശനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദർശനം മാത്രമല്ല, ലഭിച്ച ഈ വ്യക്തികൾ കൂടെ ഡെവലപ്ഡ് ആകട്ടെ. പലവിധ പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ അകത്ത് ക്രിസ്തുവിൻ്റെ സ്വരൂപവും സാദൃശ്യവും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ കൈനീട്ടുക. യേശുവിൻ നാമത്തിൽ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ത്വക്കിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാൽമുട്ടിനുള്ള വേദനകൾ, ജോയിൻറ്റ് പെയിൻ, ഇതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ നിരവധി നാളുകളായുള്ള ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ അവസാനിക്കട്ടെ. PCOD പോലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കാലിൽ നീരുള്ളവർ സൗഖ്യമാകട്ടെ. കാൽപാദത്തിൽ നീരുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും കർത്താവിനോട് ഇപ്പോൾ പറയുക. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. So God bless you. See you tomorrow. Bye-bye.